2022 എൻ്റെ ഒരു അമ്മയുടെ കസിൻ ഉണ്ട്, പുള്ളി അപ്പോൾ അവിടെയാണ്. അപ്പോൾ പുള്ളിയാണ് ഞാൻ ആദ്യം കാനഡയും UK ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ന്യൂസിലൻഡ് നല്ലൊരു ഓപ്ഷനാണ്, നീ എന്തായാലും മാസ്റ്റേഴ്സ് ചെയ്യാനാണെങ്കിൽ ന്യൂസിലൻഡ് ചൂസ് ചെയ്യണം. അങ്ങനെ 2022 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് 2022 എൻ്റെ ജേർണി തുടങ്ങി. അപ്പോൾ ആദ്യം കോഴ്സ് സെലക്ട് ചെയ്തു. ആദ്യം ഞാൻ പോളിടെക്നിക്കാണ് ചൂസ് ചെയ്തത്, യൂണിടെക്കിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് MIB ആയിരുന്നു ആദ്യം ചൂസ് ചെയ്തത്. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചോയ്സ് ക്യാമ്പയിനെ കുറിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു. ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇൻസ്റ്റാഗ്രാമാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരാൾ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് ഈ 5-10 മിനിറ്റ്സിൽ വിളിക്കണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം എൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഫൈനാൻഷ്യലാണ് പ്രശ്നം, ഞാൻ ആദ്യം എടുത്ത ലോണിൻ്റെ എമൗണ്ട് കുറയ്ക്കണം, റീപേയ്മെൻറ്റ് കുറയ്ക്കണം. പിന്നെ എനിക്ക് ഫസ്റ്റ് കോളേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആണ്. അപ്പം ഞാൻ അതുവരെ പോളിടെക്നിക്കിനെയും യൂണിവേഴ്സിറ്റിയെയും മാത്രം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊരു കൺസേൺ ആയിരുന്നു, ഇങ്ങനെ കോളേജ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തന്നെ കോളേജിനെ കുറിച്ച് കൂടുതൽ നോക്കി, കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബിസിനസ് റിലേറ്റഡ് കോഴ്സാണ് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് എൻ്റെ പ്രൊഫൈൽ വെച്ച്. അപ്പോഴാണ് എനിക്ക് ഈ കോഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നോക്കി. ദെൻ അഗെയിൻ എൻ്റെ ലോൺ എമൗണ്ട് കുറച്ച് ഫൈനാൻഷ്യൽ സെറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ഇപ്പോൾ അവസാനം വിസ അപ്രൂവലിൽ നിൽക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ജോസ്മി ആയാലും അതിനു മുമ്പ് എൻ്റെ ബെസ്സി ആയാലും എല്ലാവരും ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കൺസേൺ വരുന്നതിന് മുമ്പ് ഇവരത് ഞാൻ എനിക്ക് ശ്രദ്ധിക്കാറുണ്ട്. നമുക്കൊരു കൺസേൺ മനസ്സിൽ തോന്നുന്നതിന് മുമ്പ് ഇവർക്ക് ഇത് തോന്നിയിട്ടുണ്ടോ. അപ്പൊ അതിനുള്ള എന്താ പറയാ, അതിനുള്ള റെമഡി അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഇവരുടെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവര് ഫുൾ ടൈം എല്ലാത്തിനും ഇപ്പൊ ഇന്റർവ്യൂവിന്റെ സെക്ഷൻ ആയാലും ഇന്റർവ്യൂവിന് എനിക്ക് കോഡ് വന്നപ്പോഴും പിന്നെ എങ്ങനെയാണ് ഞാനത് എങ്ങനെ ഫേസ് ചെയ്യണം അത് അവർ പറഞ്ഞു തരുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഈ ജേർണിയിൽ ചോയ്സ് ക്യാമ്പയിൻ ഒരു ഭയങ്കര ഇന്റഗ്രൽ പാർട്ടായിരുന്നു. താങ്ക് യു.